നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി വല്ലപ്പുഴയിൽ ഫുട്ബോൾ ഗാലറി തകർന്നു വീണ സംഭവത്തിൽ കേസെടുത്ത് പട്ടാമ്പി പോലീസ്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ അപകടത്തിൽ 60ഓളം പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. സംഘാടകർക്കെതിരെയാണ് കേസ്. വല്ലപ്പുഴയിൽ ഫുട്ബോൾ ഗാലറി തകർന്ന സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വല്ലപ്പുഴ കനിവ സാംസ്കാരിക വേദി നടത്തി വന്നിരുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഗാലറി കഴിഞ്ഞ ദിവസം രാത്രിയാണ് തകർന്നു വീണത്. ഫൈനൽ മത്സരം നടക്കുന്നതിനിടെയായിരുന്നു ഒരു വശത്തെ ഗാലറി തകർന്നു വീണത്. അപകടത്തിൽ 60ലേറെ പേർക്കാണ് പരിക്ക് പറ്റിയത്. പരിക്ക് പറ്റിയവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രി ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില അതീവ ഗുരുതരമല്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കളി കാണാൻ കണക്കിൽ കൂടുതൽ ആളുകൾ എത്തിയതോ എന്ന കാര്യം പോലീസ് പരിശോധിക്കും. മതിയായ സുരക്ഷ ഒരുക്കാതെ അപകടകരമായ രീതിയിൽ മത്സരം സംഘടിപ്പിച്ചതിനാണ് സംഘാടകർക്കെതിരെ കേസെടുത്തിട്ടുള്ളതെന്ന് പട്ടാമ്പി പോലീസ് അറിയിച്ചു. വല്ലപ്പുഴ ഓർഫനേജ് സ്കൂൾ ഗ്രൗണ്ടിലാണ് പ്രത്യേകം തയ്യാറാക്കിയ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മത്സരം കഴിഞ്ഞ ഒരു മാസമായി നടത്തി വന്നിരുന്നത്. സ്റ്റേഡിയം വലിയ തുകയ്ക്ക് ഇൻഷുർ ചെയ്തിട്ടുണ്ട്. PWD ഓവർസിയർ നേരിട്ടെത്തി ഗുണനിലവാരം പരിശോധിച്ച ശേഷമാണ് അനുമതി പത്രം നൽകിയതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. 3500ഓളം പേർക്കിരിക്കാവുന്ന സ്റ്റേഡിയമാണ് നിർമ്മിച്ചിരുന്നത്. എന്നാൽ 5000-ന് മുകളിൽ ആളുകൾ എത്തിയോ എന്നതാണ് ഇപ്പോഴുള്ള സംശയം. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, തൃശൂർ തുടങ്ങിയ വിവിധ ജില്ലകളിൽ നിന്നുമായി നൂറുകണക്കിന് ആളുകളാണ് മത്സരം കാണുവാൻ ഇവിടേക്ക് എത്തിയത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വൻ ദുരന്തം സംഭവിക്കാതിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പട്ടാമ്പി പോലീസ് അറിയിച്ചത്. തൃത്താല ചിറ്റപ്പുറത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ഗുരുതര പരിക്ക്. ബൈക്ക് യാത്രികൻ ചാലിപ്പുറം സ്വദേശി ഷിഫാനാണ് പരിക്കേറ്റത്. കാർ മുന്നിലുള്ള ഗുഡ്സ് ഓട്ടോയെ മറികടക്കുന്നതിനിടെ എതിർദിശയിൽ വന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു അപകടം. പരിക്കേറ്റ ഷിഫാൻ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃത്താല പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ ഭരണസ്തംഭനത്തിനും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ CPIM ചാലിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. ചാലിശ്ശേരി സഹകരണ ബാങ്കിന് സമീപത്തു നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്തിന് മുന്നിൽ സമാപിച്ചു. ഏരിയ കമ്മിറ്റി അംഗം TP കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം TA കുഞ്ഞുകുട്ടൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ലോക്കൽ സെക്രട്ടറി KR വിജയമ്മ, പഞ്ചായത്ത് അംഗം PV രജീഷ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ഓഫീസ് മാർച്ചിന്റെ ഭാഗമായി ശനി, ഞായർ ദിവസങ്ങളിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PR കുഞ്ഞുണ്ണി ക്യാപ്റ്റനും TM കുഞ്ഞുകുട്ടൻ വൈസ് ക്യാപ്റ്റനും ലോക്കൽ സെക്രട്ടറി KR വിജയമ്മ മാനേജറുമായ ജാഥ ആലിക്കരയിൽ നിന്നും ഏരിയ കമ്മിറ്റി അംഗം TP കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച രാവിലെ ന്യൂ ബസാറിൽ നിന്നും തുടങ്ങി വൈകിട്ട് കുന്നത്തേരിയിൽ സമാപിച്ചു. സമാപന യോഗം ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷന് പിൻവശത്തു നിന്നും തുടങ്ങി വൈകിട്ട് ഹെൽത്ത് സെന്ററിൽ ജാഥ സമാപിച്ചു. സമാപന യോഗം ജില്ലാ കമ്മിറ്റി അംഗം PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ PR കുഞ്ഞുണ്ണി, TM കുഞ്ഞുകുട്ടൻ, KR വിജയമ്മ, KA പ്രയാൺ, CK ഉണ്ണികൃഷ്ണൻ, PV രജീഷ്, VS ശിവദാസ്, PB സുനിൽകുമാർ, KC നിമേഷ്, PM ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് CPIM-നൊപ്പം ചേർന്ന പ്രവർത്തിക്കാൻ തീരുമാനിച്ച പാടാട്ടുകുന്നിലെ സജീവ കോൺഗ്രസ് പ്രവർത്തകനായ അജീഷിനെ പാടാട്ടുകുന്നിലെ സ്വീകരണത്തിൽ വെച്ച് ജാഥ ക്യാപ്റ്റൻ PR കുഞ്ഞുണ്ണി സ്വീകരിച്ചു. അതൊരു മുന്നൊരുക്കം നടത്തണ്ടേ? ഈ വികസന സെമിനാറിൽ വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവൻ ആരാ? പ്രസിഡന്റിന് പക്ഷെ അറിയില്ലായിരിക്കാം. പക്ഷെ ഇതിന്റെ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമാരും മെമ്പർമാരും ഒക്കെ ഉണ്ട്. ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാനാണ് ഇത് അവതരിപ്പിച്ച കാര്യങ്ങൾ പറയേണ്ടത്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന മുദ്രാവാക്യം ഉയർത്തി തൃത്താല പഞ്ചായത്തിൽ ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ നടന്നു. പഞ്ചായത്തിലെ 5 ക്യാമ്പുകളിൽ വെച്ചാണ് ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ഉദ്ഘാടനം നടന്നത്. തൃത്താല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസനും ആയുഷ്മാൻ ആരോഗ്യമന്ദിർ ഞാങ്ങാട്ടിരിയിൽ നടന്ന ക്യാമ്പ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV സബിതയും ഉദ്ഘാടനം ചെയ്തു. മേഴത്തൂരിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് അംഗം ഗിരിജയും, കണ്ണന്നൂരിലും മുടവന്നൂരിലുമായി നടന്ന ക്യാമ്പ് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ P ദീപയും ഉദ്ഘാടനം ചെയ്തു. തൃത്താല PHC മെഡിക്കൽ ഓഫീസർ ഷബ്ന, വാർഡ് മെമ്പർമാരായ അരവിന്ദാക്ഷൻ, ഫാത്തിമ, സീനത്ത്, പ്രീത,
അനുപമ, ആരതി, HA മധു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ലിജിൻ, പ്രശാന്ത്, JPHNമാരായ ഷീന, രമ്യ, ലക്ഷ്മി തുടങ്ങിയ ആരോഗ്യ പ്രവർത്തകരും ആശാവർക്കർമാർ, അംഗനവാടി പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. CCTV ന്യൂസ് തൃത്താല. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കം. 2 ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. കേരളീയ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കേരള വിഷന് കഴിഞ്ഞുവെന്ന് സ്പീക്കർ പറഞ്ഞു. തിരുവനന്തപുരം വഴുതക്കാട് മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്റർ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷന് വേദിയായി. കേബിൾ TV സംസ്ഥാനത്തെ സേവന രംഗത്ത് 35 വർഷം പിന്നിടുന്ന വേളയിലാണ് 14ാമത് കൺവെൻഷൻ സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മിത ബുദ്ധിക്ക് കേബിൾ മേഖലയിൽ കടന്നുവരാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നും അതിന്റെ നല്ല വശങ്ങൾ സ്വീകരിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലയിലും അപകട. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലയിലും കടന്നു വരുന്നു, എല്ലാ സെക്ടറിനകത്തും. അത് കടന്നു വരാൻ നിങ്ങളുടെ മേഖലയിൽ സാധ്യതയുണ്ടോ നിങ്ങൾ പരിശോധിക്കണം. നല്ല വശങ്ങൾ സ്വീകരിക്കാം. എല്ലാത്തിൻ്റെയും നല്ല വശങ്ങൾ സ്വീകരിക്കുമ്പോൾ എല്ലാത്തിലും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ടാവും. പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞ പോലെ എല്ലാത്തിലും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ടാവും. മെറിറ്റ്സ് സ്വീകരിക്കുന്നത് തെറ്റില്ല. നല്ല വശങ്ങൾ സ്വീകരിക്കാം. നല്ല വശങ്ങൾ വരുമ്പോൾ ചീത്ത വശം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതിനകത്ത് നിങ്ങൾ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയം ഈ മേഖലയിൽ ഇത് കടന്നു വരാൻ സാധ്യതയുണ്ടോ? കൺവെൻഷനിൽ ഡിജിറ്റൽ കേബിൾ TV ബ്രോഡ്ബാൻഡ് മേഖലയിലെ ഭാവി സാധ്യതകളും പ്രതിസന്ധികളും സർക്കാർ നയങ്ങളും ഗൗരവമായി ചർച്ച ചെയ്യും. ചുരുങ്ങിയ കാലം കൊണ്ട് 50,000 പേർക്ക് ഡയറക്റ്റും അതിലേറെ പേർക്ക് ഇൻഡയറക്റ്റുമായി ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമായി ഇത് മാറി. ഇത് ഇനിയും ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഇങ്ങനെ തന്നെ നിന്നിട്ടില്ല സംഗതി പോക്കാണ്. ഓർഗനൈസ്ഡായി ഇതുപോലെ ചിട്ടയോടെ ശക്തമായി നിന്നില്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലിൽ നിങ്ങൾ ഒലിച്ചു പോകും. കേരളീയ സമൂഹത്തിനകത്ത് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു ഗ്രൂപ്പായി നിങ്ങൾ മാറി എന്നുള്ളതാണ്. ഇതൊരു ചെറുത്തുനിൽപ്പാണ്. പ്രത്യേകിച്ച് ഈ ഗ്ലോബലൈസേഷന്റെ കാലത്ത് കോർപ്പറേറ്റ് മുതലാളിമാർ എല്ലാ ചാനലുകളും വിഴുങ്ങാൻ ശ്രമിക്കുമ്പം നിങ്ങളുടെ സ്വാഗത ഭാഷകൻ പറഞ്ഞ കാര്യം കോർപ്പറേറ്റോട് കൺഫ്രണ്ട് ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. ഈ ചെറുത്തുനിൽപ്പ് തുടർന്നു പോകാൻ കഴിയണം. കഴിഞ്ഞ വർഷം മരണമടഞ്ഞ സഹപ്രവർത്തകർക്കും MT ഉൾപ്പെടെയുള്ളവർക്കും അനുശോചനം അറിയിച്ചു തുടങ്ങിയ കൺവെൻഷന്റെ ഉദ്ഘാടന ചടങ്ങിന് COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സ്വാഗതം പറഞ്ഞു. MLA ആന്റണി രാജു അധ്യക്ഷനായി. തുടർന്ന് മികച്ച അവതാരകനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് നേടിയ കേരള വിഷൻ ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ MS ബനേഷ്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച ക്യാമറാമാനുള്ള പുരസ്കാരം നേടിയ സനോജ് പയ്യന്നൂർ എന്നിവരെ ആദരിച്ചു. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ നന്ദി പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, മറ്റ് ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയതലത്തിൽ നടന്ന ബോഡി ബിൽഡിംഗ് 70 കിലോ വിഭാഗം ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ ഇന്ത്യയായി സ്വർണ്ണ മെഡൽ നേടിയ ഉസ്മാൻ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ HS വിഭാഗത്തിൽ നാടൻപാട്ട് മത്സരത്തിൽ A ഗ്രേഡ് നേടിയ ലാൽകൃഷ്ണ, കേരള സ്റ്റേറ്റ് സബ് ജൂനിയർ ബോയ്സ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പാലക്കാട് ജില്ലയിൽ ഫസ്റ്റ് നേടിയ സഞ്ജയ് കൃഷ്ണ എന്നിവരെ പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആദരിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ശിവാസ് നിർവഹിച്ചു. ഹമീദ് അധ്യക്ഷനായി. വാർഡ് മെമ്പർ സജിത ഉണ്ണികൃഷ്ണൻ സംസാരിച്ചു. ചടങ്ങിൽ ജേതാക്കളെ പൊന്നാടണിയിച്ചും ട്രോഫി നൽകിയും ആദരിച്ചു. പട്ടാമ്പിയിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ കഫേ കുടുംബശ്രീ ഭക്ഷ്യമേളയും ഉൽപ്പന്ന പ്രദർശന വിപണന മേളയും തുടങ്ങി. മുഹമ്മദ് മൂസിൻ MLA മേള ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിലാണ് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടുകൂടി ജില്ലാതല കഫേ കുടുംബശ്രീ ഭക്ഷ്യമേള ആരംഭിച്ചിരിക്കുന്നത്. ഭക്ഷ്യമേളയ്ക്കൊപ്പം ഉൽപ്പന്ന പ്രദർശന വിപണനമേളയും ഒരുക്കിയിട്ടുണ്ട്. മേലെ പട്ടാമ്പി പാലക്കാട് റോഡിൽ നക്ഷത്ര റീജൻസിക്ക് സമീപത്തുള്ള ഗ്രൗണ്ടിലാണ് മേള ആരംഭിച്ചിരിക്കുന്നത്. മുഹമ്മദ് മൂസിൻ MLA ഭക്ഷ്യമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ ഇന്ത്യക്ക് പുറത്തു പോയ സമയത്ത് അഭിമാനം തോന്നിയ ഒരു നിമിഷം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഞങ്ങള് കുറച്ചുപേര് ലണ്ടനിൽ കിങ്സ് കോളേജിൽ ചെന്നു.
അവിടെ ചെന്ന് അവിടെ ഓരോരുത്തർ പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ പല നാടുകളിൽ നിന്നുള്ള ആളുകളുണ്ട്. അതിൽ ഇന്ത്യക്കാരായിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. അവരോരോരുത്തരും പരിചയപ്പെടുത്തി. ഞാനങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്നാണ്, ഇന്ത്യയിലെ കേരളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഞങ്ങളെല്ലാവരും ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു പ്രൊഫസർ പെട്ടെന്ന് എണീറ്റിട്ട് ഐ നോ കേരള എന്ന് പറഞ്ഞിട്ട് അവര് അഭിമാനത്തോടു കൂടി എല്ലാവരുടെയും മുമ്പിൽ പറയാണ്, കേരളത്തിലൊരു പദ്ധതിയുണ്ട്, കുടുംബശ്രീ എന്നാണ് പേര്. അത് വനിതകളുടെ ശാക്തീകരണത്തിനുള്ള വലിയൊരു പ്രൊജക്റ്റാണ്. ഏറ്റവും മറ്റെല്ലായിടത്തും നടപ്പിലാക്കാൻ പറ്റുന്ന ഗംഭീര പ്രൊജക്റ്റാണ്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്ന് എൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോൾ ഒരു മലയാളി എന്നുള്ള നിലക്ക്, ഒരു കേരളീയൻ എന്നുള്ള നിലക്ക് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഒരു സന്തോഷം തോന്നുക മാത്രമല്ല, എനിക്ക് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ കെ ചന്ദ്രദാസ്, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, നഗരസഭാ വൈസ് ചെയർമാൻ ടി ഷാജി, എ ആനന്ദവല്ലി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ലൈവ് ഭക്ഷണശാലകൾ ഭക്ഷ്യമേളയുടെ പ്രത്യേകതയാണ്. കലാപരിപാടികൾ, ചർച്ചകൾ, സെമിനാറുകൾ, കൈമാറ്റ ചന്തകൾ എന്നിവയും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം 8 വരെ ഭക്ഷ്യമേള നീണ്ടു നിൽക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഓട്ടോ കൺസൾട്ടന്റ് വർക്കേഴ്സ് അസോസിയേഷൻ CITU-വിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ജോയിന്റ് RT ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ സമരം ഉദ്ഘാടനം ചെയ്തു. ആട്ടോ കൺസൾട്ടന്റ്മാർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നത് അവസാനിപ്പിക്കുക, ആട്ടോ കൺസൾട്ടന്റ്മാരെ ലൈസൻസ് നൽകി അംഗീകരിക്കുക, RT ഓഫീസുകൾ ഉച്ചയ്ക്ക് 1:15 ശേഷം അടച്ചിരുന്ന നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓൾ കേരള ആട്ടോ കൺസൾട്ടന്റ് വർക്കേഴ്സ് അസോസിയേഷൻ CITU പട്ടാമ്പി യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ജോയിന്റ് RT ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഗുണകരമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ. ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന നടപടി ഒരു മോട്ടോർ വാഹന വകുപ്പിലെ ഏതെങ്കിലും ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഉച്ചക്കൃത്തുണ്ടായി അവര് ഈ തരംതിരിഞ്ഞ പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ അതിനാണ് വകുപ്പ് മന്ത്രി ഇടപെടണം, കേരള ക്യാബിനറ്റ് ഇടപെടണം, മുഖ്യമന്ത്രി ഇടപെടണം. ഇടപെട്ടുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ പരിഷ്കാരത്തിൽ നിന്ന് പിന്മാറണം എന്നാണ് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓട്ടോ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോ കൺസൾട്ടന്റ് യൂണിയൻ CITU ആവശ്യപ്പെടുന്നു. സുന്ദർരാജ് അധ്യക്ഷത വഹിച്ചു. RG പിള്ള, TV ഗിരീഷ്, MR ജയശങ്കർ, രാജു, KN കൃഷ്ണകുമാർ, ജോൺസൺ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കാണികളിൽ ആവേശം നിറച്ച തൃത്താല VK കടവ് ഫെസ്റ്റ് വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു. കാലത്ത് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ ഗജസംഗമം നടന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് കൊടിയേറ്റവും നടന്നു. തുടർന്ന് ആന, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ നാട്ടുപ്രദക്ഷിണമുണ്ടായി. വൈകിട്ട് 4 മുതൽ വിവിധ നേർച്ചാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗജഘോഷയാത്രകൾക്ക് തുടക്കമായി. ബാൻഡ് മേളം, വിവിധ വാദ്യമേളങ്ങൾ എന്നിവ അകമ്പടിയായി. രാത്രി വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബാൻഡ് വാദ്യമേളങ്ങൾ നടന്നു. ഇതോടെ നിലവാര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.